ഹലോ നമസ്കാരം. ഇന്ന് വിഷു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ തലേദിവസം നടക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഫ്രഷ് ആയിട്ടുള്ള കൊന്നപ്പൂ കിട്ടിയത്. കൊന്നപ്പൂവിനെ കാണുമ്പോഴേ തന്നെ ഒരു മനസ്സിനൊരു വല്ലാത്തൊരു സുഖമാണല്ലേ. ശരിക്കും കൃഷ്ണൻ്റെ അരഞ്ഞാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പൂക്കളല്ലേ ഇത്. അപ്പോൾ നേരെ ഞാൻ നല്ലൊരു വെറ്റ് ക്ലോത്തിൽ പൂക്കളെ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചു. അപ്പോൾ അത് നല്ല ഫ്രഷായിട്ടിരിക്കും നമ്മൾ കണി വെക്കാനാവുമ്പോഴേക്കും. അതിനുശേഷം ഞാൻ എൻ്റെ മാരത്തോൺ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ വിഷു, ഓണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സദ്യ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഈ സദ്യക്ക് വേണ്ടുന്ന പ്ലാനിങ്ങും എപ്പോൾ, എങ്ങനെ, എത്ര ഉണ്ടാക്കണം, ഇതൊക്കെ ഞാൻ എല്ലാം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അതായത് നാരങ്ങക്കറി, ഇഞ്ചിക്കറി, പച്ചടി, കാളൻ, ഇതുപോലുള്ള കറികളൊക്കെ ഞാനിന്ന് ഉണ്ടാക്കി വെക്കും. അപ്പോൾ എനിക്ക് എളുപ്പമായിരിക്കും. നാളെ ഒരുപാട് കുക്കിംഗ് ഉണ്ടാവില്ല. മാത്രമല്ല നാളത്തേക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, അതായത് അവിയൽ, കൂട്ടുകറി, സാമ്പാർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ കട്ട് ചെയ്ത് ഡിഫറെൻറ്റ് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം ഉണ്ടല്ലോ, എനിക്ക് നാളെ ആണെങ്കിലും വിഷുവിൻ്റെ ദിവസമാണെങ്കിലും കുക്കിംഗ് പെട്ടെന്ന് തീരും കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. അതായത് ഒരു 10-11 മണിയാകുമ്പോഴേക്കും തന്നെ ശരിക്കും എൻ്റെ എല്ലാ കുക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെയാണ് യൂഷ്വലി ഓണത്തിനും വിഷുവിനും ഒക്കെ സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ വിഷു സദ്യയുടെ പ്രിപ്പറേഷൻസ് ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇതൊക്കെ നമ്മളൊരു ഭാഗത്ത് നടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിഷുവിൻ്റെ സ്പെഷ്യലാണല്ലോ ഉണ്ണിയപ്പം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ തലേദിവസം ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയത് പായസമാണ്. ഒരുപാട് ലേറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 12 മണിയൊക്കെ കഴിഞ്ഞു. ബൈ ദ ടൈം ഇത്തവണ ദിലീപേട്ടനാണ് കണിയൊക്കെ ഒരുക്കിയത്. കാരണം ചില നക്ഷത്രങ്ങൾ കണിക്ക് മുതിർക്കാൻ പാടില്ല എന്നില്ലേ. ഇത്തവണ എൻ്റെ നക്ഷത്രം അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് ദിലീപേട്ടനാണ് കണി ഒരുക്കിയത്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഏകദേശം ജസ്റ്റ് ഒന്ന് കിടന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും കണി കാണാനുള്ള സമയമായി. ദിലീപേട്ടൻ ഞങ്ങളെ 2 പേരെയും വിളിച്ച് കണിയൊക്കെ കാണിച്ചു. നമ്മുടെ കൃഷ്ണനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ശരിക്കും നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിന് ശേഷം ഞങ്ങൾ പാരൻസിനെയൊക്കെ വിളിച്ചു, അമ്മേനെയൊക്കെ വിളിച്ചു. അങ്ങനെ അവരുടെ അടുത്തൊക്കെ വിഷുവാശംസയൊക്കെ അറിയിച്ചു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിഷു കാണുന്നത് വരെയുള്ള, കണി കാണുന്നത് വരെയുള്ള കാഴ്ചകൾ കേട്ടോ. അതിനുശേഷം എൻ്റെ കുക്കിംഗ് റീസ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ഞങ്ങളുടെ പായസത്തിൻ്റെ കുറച്ച് മിനുക്ക് പണികൾ, അതായത് 1-ാം പാലൊഴിക്കൽ, അതിൻ്റെ വറവൊഴിക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നുണ്ടാക്കേണ്ട കറികളായിട്ടുള്ള വറവ് മീൻസ് തോരൻ കേട്ടോ, അവിയൽ, സാമ്പാർ, കൂട്ടുകറി, ഓലൻ, പരിപ്പ് കറി, ചോറ്, പിന്നെ ഒരു പായസം കൂടെ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്, പാൽപ്പായസം. അതൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഞാൻ ഈ കുക്കിങ്ങൊക്കെ നോൺ സ്റ്റോപ്പായിട്ട് ചെയ്യുന്നതും എനിക്കങ്ങനെ ഒരിക്കലും ഒരു ഒരു ബേർഡനായിട്ട് തോന്നാറില്ല കേട്ടോ. ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ കുട്ടിക്കാലത്തുള്ള വിഷു ആഘോഷങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ ദിലീപേട്ടനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ കൊന്നപ്പൂ പറിക്കാൻ പോകുമ്പോഴാണെങ്കിലും ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന കഥകളും കൊന്നപ്പൂ മരത്തിനെക്കുറിച്ചും കൊന്നപ്പൂ പറിക്കുന്നതും അതിലുള്ള കുറേ തമാശകളും ഒക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് ഈ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴേ എന്നെ എപ്പോഴും ഞാൻ കമ്പയർ ചെയ്യുന്നത് എൻ്റെ കുട്ടിക്കാലത്താണ്. അതിൻ്റെ ഓർമ്മകൾക്ക് ഉണ്ടാവുന്ന ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന് പറയുന്നത് പോലെ എനിക്കതിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ശരിക്കും. അപ്പോൾ എൻ്റെ കുക്കിങ്ങൊക്കെ ഏകദേശം 11-11:30 ആകുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 1 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഗസ്റ്റൊക്കെ വന്നു. വേറെ ആരുമല്ല, ദിലീപേട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അവരുടെ മക്കൾക്ക് ഇവിടെ IT-യിൽ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ജോയിനിങ് ഡേറ്റ് വിഷുവിൻ്റെ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അവരിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗസ്റ്റിനെയും കിട്ടി. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇവരെയൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ഈ സദ്യയുടെ ഭാഗത്തേക്കോ ഭക്ഷണത്തിൻ്റെ ഭാഗത്തേക്കോ നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അവരെല്ലാവരും ആ ഭാഗം ഏറ്റെടുത്തു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ നമ്മളതിനുള്ള സെറ്റപ്പൊക്കെ അവർ തന്നെ റെഡിയാക്കി, അവർ തന്നെ ഭക്ഷണമൊക്കെ വിളമ്പി.
പിന്നെ ഞാൻ ലാസ്റ്റ് അവിടെ പോയി ഇരിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ നമ്മൾ അയവിറക്കിക്കൊണ്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. സത്യം പറഞ്ഞാൽ എന്ത് രസമായിരുന്നു എന്നറിയോ, എല്ലാവരും കൂടെ ഇരുന്ന് അങ്ങനെ കഴിക്കുന്നത്. യൂഷ്വലി നമ്മൾ വിഷുവിനും ഓണത്തിനും അങ്ങ് ഒത്തിരി പേരൊന്നും ഉണ്ടാവാറേ ഇല്ല ശരിക്കും. ആഫ്റ്റർ എ വെരി ലോങ് ടൈമാണ് നമ്മളങ്ങനെ ഒരുപാട് പേര് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ നല്ലൊരു വിഷു ആഘോഷം തന്നെയായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം നമ്മളിരുന്ന് സംസാരിച്ച് വൈകുന്നേരം ആയപ്പോഴാണ് അവർ പോയത്. അങ്ങനെ നിങ്ങളെ വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ച് പൊളിച്ചിട്ടുണ്ടാവുമല്ലേ എല്ലാവരും. അങ്ങനെ ഇത്തവണത്തെ വിഷു അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഈ എൻ്റെ ഒരു കൊച്ചു വ്ളോഗ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഒരു കോമെൻറ്റ്. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.